ഗൃഹസന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അതുകൂടി നമുക്ക് പരാമർശിച്ചു പോകാമല്ലേ? ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ അത് തിരസ്കരിച്ചു എന്ന് നമ്മൾ പറഞ്ഞത് വസ്തുതയാണ്. കാരണം പല മാധ്യമങ്ങൾക്കും അത് വലിയ വാർത്തയായില്ല. പക്ഷേ വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രാധാന്യം അവർ നൽകിയോ എന്ന സംശയം നിൽക്കുകയാണ്. പക്ഷേ ഈ മാധ്യമ വാർത്തകൾക്കൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും നേരിട്ടിറങ്ങി വരുമ്പോൾ അവർക്ക് പറയാനും കേൾക്കാനും ഒക്കെ ഒരുപാടുണ്ടല്ലോ. ആ രീതിയിൽ ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ മികച്ചതാണ് എന്നാണോ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും. കാരണം ഈ വിഷ്വൽ മീഡിയയും ഒപ്പം തന്നെ പത്രമാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും തുടർച്ചയായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണക്കഥകളുണ്ട്. അതിൽ സ്വാഭാവികമായി നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വലിയ തരത്തിലുള്ള നുണപ്രചരണങ്ങളുടെ ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് മാത്രമല്ല, BJPയും കോൺഗ്രസും ഒരേ തരത്തിലുള്ള നുണ ഫാക്ടറികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നുണബോംബുകൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി CPM-നെതിരെയും ഒപ്പം തന്നെ LDF-നെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ കേൾക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ വീട് വീടാന്തരം കയറി ആ ജനങ്ങളോട് അവർക്ക് എന്താണ് ഈ പാർട്ടിയെക്കുറിച്ച്, സർക്കാരിനെ കുറിച്ച് പറയാനുള്ളത് എന്ന കാര്യം കേൾക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾക്കുമ്പോൾ തന്നെ അവർ പലതരത്തിലുള്ള ആശങ്കകൾ, സംശയങ്ങൾ, സർക്കാരിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി സ്വാഭാവികമായി പറയും. ഒപ്പം തന്നെ ജനം അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട്. കാരണം ജനം സാധാരണ സർക്കാർ ഭരണമായി മുന്നോട്ട് പോകും തന്നെ അവർ സർക്കാരിനെ സംബന്ധിച്ച കാഴ്ചപ്പാട് പറയുമ്പോൾ തന്നെ അവർ അനുഭവിക്കുന്ന പ്രാദേശികമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അത് പലപ്പോഴും അവർ തെറ്റിദ്ധരിക്കുന്നത് അതിൻ്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് പല കാര്യങ്ങളിലും അവർ തെറ്റിദ്ധരിച്ച് വച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ കാര്യങ്ങൾ നിയമപ്രശ്നങ്ങളാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക. ഒപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായി സംസ്ഥാനത്തിന് ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ, PSC പോലെയുള്ള രാജ്യത്ത് തന്നെ നിലനിൽക്കുന്ന ബദൽ സമീപനമായി കേരളത്തിലെ PSC നിലനിൽക്കുക, ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സ്ഥാപനമായി PSC മാറുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങൾ എങ്ങനെയാണ്, കേരളം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ ബദലായി നിൽക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച വലിയ തരത്തിലുള്ള സംവാദമാണ്. ആ സംവാദത്തിൻ്റെ ഗുണം സ്വാഭാവികമായും ഇടതുപക്ഷത്തിനും LDF-നും ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ മന്ത്രിമാരുടെ തന്നെ അവരൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ ജനങ്ങളുമായി സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് എന്താണെന്ന കാര്യം പലരും വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ അതിൽ അത്രയേറെ പ്രചാരണം കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ, ഇത്തരം കാര്യങ്ങളിൽ അവർ കഴിഞ്ഞ മാസങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന നുണപ്രചരണങ്ങളുടെ നുണബോംബുകൾ CPM-ൻ്റെയും LDF-ൻ്റെയും പ്രവർത്തകരുടെ നേരിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി പൊളിയുന്നു എന്ന ഒരു വൈക്ലഭ്യം അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് വാർത്തകളെ പൂർണ്ണമായി തമസ്കരിച്ചില്ല എങ്കിലും അതിൻ്റേതായ ഗൗരവം കൊടുക്കുന്നില്ല എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ LDF-ഉം CPM-ഉം അതിൻ്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. എല്ലാ പ്രദേശങ്ങളിലുള്ള പ്രവർത്തകർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി മുതൽ കേരളത്തിലുള്ള എല്ലാ നേതാക്കളും ഇത്തരത്തിലുള്ള ഗൃഹസന്ദർശന പരിപാടികളുമായി ഇന്നും മുന്നോട്ട് പോവുകയാണ്. അതിന് വലിയ തരത്തിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്ന കാര്യം മാധ്യമങ്ങൾ എത്ര കണ്ട് വിസ്മരിച്ചാലും തമസ്കരിച്ചാലും അതുണ്ടാകുന്നു എന്ന കാര്യം ഉറപ്പാണ്. അത് സ്വാഭാവികമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ നേരിയ മേൽക്കൈയെ സംബന്ധിച്ച് അത് രാഷ്ട്രീയപരമായ വിജയമാണ് എന്ന തരത്തിലുള്ള നരേഷൻ കേരളത്തിലെ മാധ്യമങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ കണക്കുകൾ വരുമ്പോൾ, വോട്ടിൻ്റെ വ്യത്യാസം വരുമ്പോൾ, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള സീറ്റുകളുടെ കണക്ക്, ആകെ കേരളത്തിൽ ലഭിച്ച വോട്ടുകളുടെ വ്യത്യാസം അടക്കം പരിശോധിക്കുമ്പോൾ, പിന്നെ നിഷ്പക്ഷരായിട്ടുള്ള സ്വതന്ത്രരായി മത്സരിച്ച ഓരോ സ്ഥലത്തും തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിക്കുമ്പോൾ അവരുടെ വോട്ടിംഗ് പാറ്റേണുകളുടെ ആകെ വോട്ടും കണക്കാക്കുമ്പോൾ അതിന് വലിയ വ്യത്യാസം വരും. അത് LDF, UDF, BJP എന്ന തരത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുവികസനവും അടിസ്ഥാന വികസനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എങ്ങനെ രാജ്യത്തൊരു ബദൽ സർക്കാരായി പിണറായി വിജയൻ സർക്കാർ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചയിലേക്ക് ഫോക്കസ് വരും എന്ന കാര്യം ഏറെക്കുറെ മാധ്യമങ്ങൾക്കും അറിയാം. അത്തരം കാര്യങ്ങൾ കൂടി ഈ പറയുന്ന ഗൃഹസന്ദർശന പരിപാടികൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യവും കൂടി വസ്തുതയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നേരത്തെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറഞ്ഞതുപോലെ ജനങ്ങളെ കേൾക്കുന്നു. ജനങ്ങൾക്ക് പറയാനുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ജനങ്ങളോടാണ് ഉത്തരവാദിത്വം. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിനെ സംബന്ധിച്ച് തിരുത്താനുണ്ട്, ആശങ്കയുണ്ട്, അവർക്ക് ചോദിക്കാനുണ്ട്. അതെല്ലാം കേൾക്കുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ പരിപാടികളുമായിട്ടാണ് ഈ CPM മുന്നോട്ട് പോകുന്നത്. ഇന്നും അതിൻ്റെ ഗൃഹസന്ദർശന പരിപാടികൾ തുടർച്ചയായി ഉണ്ടാകും. മനു, ശരി, താങ്ക് യു. നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.